ജാവ പ്രോഗ്രാമിംഗ്. ജാവ എന്ന് പറയുമ്പം ഒരു കംപ്ലീറ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 1991 ജെയിംസ് ഗോസ്ലിങ്ങും അദ്ദേഹത്തിൻ്റെ ടീമും കൂടി ഇലക്ട്രോണിക് ഉപകരണങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു. അതിന് ഓക്ക് എന്ന് പേരിടുകയും ചെയ്തു. സൺ മൈക്രോ സിസ്റ്റത്തിൻ്റെ മെയിൻ പ്രോഗ്രാമറായ ജെയിംസ് ഗോസ്ലിങ്ങിനും അദ്ദേഹത്തിൻ്റെ ടീമിനും കൂടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോജക്റ്റ് കിട്ടി. പുതിയ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു. അതിനാദ്യം ഓക്ക് എന്ന പേര് സജസ്റ്റ് ചെയ്തു എങ്കിലും അത് അവർക്ക് ഇടാൻ സാധിച്ചില്ല. എന്തെന്നാൽ ഓക്ക് എന്ന ആൾറെഡി ഒരു ലാംഗ്വേജ് ഉള്ളതിനാൽ. പുതിയ പേര് കണ്ടുപിടിക്കാനായിട്ട് ഇവർ ഒരു കോഫി സ്റ്റോളിൽ മീറ്റ് ചെയ്തു. അവിടെ വെച്ച് കിട്ടിയ പേരാണ് ജാവ. അതുകൊണ്ടാണ് ജാവയുടെ സിമ്പലായിട്ട് ഒരു കപ്പിൽ നിന്ന് ആവി പറക്കുന്ന പിക്ചർ നൽകിയത്. ജാവ വരുന്നതിന് മുമ്പുള്ള ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പം ടെക്സ്റ്റും സ്റ്റിൽ പിക്ചേഴ്സും മാത്രമായിരുന്നു. അതിൽ നിന്ന് ഇന്നത്തെ ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പം അനിമേഷനും വീഡിയോസ് ഓഡിയോ ഒക്കെ ഉണ്ട്. ഇപ്പം ഇന്നത്തെ ഇൻ്റർനെറ്റ് സാധിച്ചത് ജാവയുടെ സഹായത്തോടു കൂടിയാണ്. ജാവ എന്ന് പറയുമ്പം സിമ്പിളാണ്. അതായത് മോസ്റ്റ് ഓഫ് ദി കോൺസെപ്റ്റ്സ് നമ്മൾ ഡെറൈവ് ചെയ്തേക്കുന്നത് C++ നിന്നാണ്. പിന്നെ കോംപ്ലക്സ് ഫീച്ചേഴ്സായ C++ൻ്റെ കോംപ്ലക്സ് ഫീച്ചേഴ്സായ പോയിൻ്ററും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും ജാവയിൽ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജാവ സിമ്പിളാണ്. പിന്നെ നമ്മുടെ പോയിൻ്റർ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ആണ് അല്ലേ. ഡയറക്റ്റ് മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ജാവയിൽ പോയിൻ്റർ ഒന്നുമില്ല. സോ മോർ സെക്യൂർ ആണ്. ജാവയിൽ പിന്നെ നമ്മൾ ഓരോ പ്രോഗ്രാമും എഴുതുന്നത് ക്ലാസ്സിനകത്താണ് നമ്മൾ പ്രോഗ്രാംസൊക്കെ എഴുതുന്നത്. സോ സെക്യൂർ ആണ്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പം ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും നമുക്ക് ജാവ പ്രോഗ്രാം റൺ ചെയ്യിപ്പിക്കാവുന്നതാണ്. C++ൽ അങ്ങനെ പറ്റത്തില്ല. ഇപ്പം വിൻഡോസിൽ നമ്മൾ റൺ ചെയ്യിപ്പിക്കുന്ന പ്രോഗ്രാം നമുക്ക് ലിനക്സിൽ നമ്മൾ റൺ ചെയ്യിക്കണമെങ്കിൽ നമ്മൾ കമ്പൈലൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ പോർട്ടബിൾ, ഒരു മെഷീനിൽ നിന്ന് വേറൊരു മെഷീനിലേക്ക് നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ടൈപ്സ് ഓഫ് ജാവ ആപ്ലിക്കേഷൻ: ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ, മീഡിയ പ്ലെയർ, വെബ് ആപ്ലിക്കേഷൻ, ഇന്ത്യൻ റെയിൽവേ, എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ, ബാങ്കിങ്, മൊബൈൽ ആപ്ലിക്കേഷൻ, ആൻഡ്രോയിഡ്. ജാവ പ്ലാറ്റ്ഫോം JRE എന്ന് പറയുമ്പോൾ ജാവ റൺ ടൈം എൻവയോൺമെൻ്റ് ആണ്. അതായത് ജാവ വെർച്വൽ മെഷീനും കുറച്ച് ലൈബ്രറി ഫയൽസും കൂടി ചേർന്നതാണ് JRE. JDK എന്ന് പറയുമ്പം ജാവ വെർച്വൽ മെഷീനും ലൈബ്രറി ഫയൽസും കുറച്ച് ഡെവലപ്മെൻറ്റ് ടൂൾസും കൂടി ചേർന്നതാണ് JDK. JVM അല്ലെങ്കിൽ ജാവ വെർച്വൽ മെഷീൻ എന്ന് പറയുമ്പം ബൈറ്റ് കോഡിനെ മെഷീൻ കോഡാക്കി മാറ്റുക. അതാണ് JVM ചെയ്യുന്നത്. നമ്മുടെ സോഴ്സ് കോഡ് എന്ന് പറയുമ്പോൾ .java ഫയലാണ്. കമ്പൈലർ ഈ .java ഫയലിനെ ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ബൈറ്റ് കോഡ് എന്ന് പറയുമ്പോൾ .class ഫയലാണ്. അതായത് ഒരു ഇൻ്റർമീഡിയറ്റ് കോഡാണ് ഈ ബൈറ്റ് കോഡ് എന്ന് പറയുന്നത്. JVM ആണെങ്കിൽ ഈ ബൈറ്റ് കോഡ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കോഡിനെ എക്സിക്യൂട്ടബിൾ കോഡാക്കി മാറ്റും. ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഡിഫറൻ്റ് ആയിട്ടുള്ള JVM ആയിരിക്കും. ഫീച്ചേഴ്സ് ഓഫ് ജാവ: സിമ്പിൾ ആൻഡ് സെക്യൂർ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, ഡിസ്ട്രിബ്യൂട്ടഡ്, റോബസ്റ്റ്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് പോർട്ടബിൾ, കമ്പൈൽ ആൻഡ് ഇൻ്റർപ്രറ്റഡ്, മൾട്ടി ത്രെഡിംഗ്. സിമ്പിൾ ആൻഡ് സെക്യൂർ. ജാവ സിമ്പിളാണ്, ഓൾറെഡി പറഞ്ഞു. നമ്മൾ മോസ്റ്റ് ഓഫ് ദി കോൺസെപ്റ്റ്സ് നമ്മൾ എടുത്തേക്കുന്നത് C++ നിന്നാണ്. പിന്നെ C++ൻ്റെ കോംപ്ലക്സ് ഫീച്ചേഴ്സായ ഓപ്പറേറ്റർ ഓവർലോഡിങ്, പോയിൻ്റർ, ഇതൊക്കെ ജാവയിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ജാവയിൽ ഇല്ല. പിന്നെ പ്രീ പ്രോസസർ ഹെഡർ ഫയൽസ് ഒന്നും ജാവയിലില്ല. പിന്നെ പോയിൻ്റർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ജാവയിൽ എല്ലാ പ്രോഗ്രാംസും നമ്മൾ എഴുതുന്നത് ക്ലാസ്സിനകത്താണ്. സോ ഇറ്റ് മോർ സെക്യൂർ. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. ജാവ എന്ന് പറയുമ്പം പ്യുവർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്.
അതായത് ക്ലാസ്സിനകത്ത് മാത്രമേ നമുക്ക് പ്രോഗ്രാംസ് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. C++ ആണെങ്കിൽ ക്ലാസ് ഇല്ലാണ്ട് നമ്മൾ പ്രോഗ്രാംസ് എഴുതിയിട്ട് ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ പ്രോഗ്രാംസ് എഴുതിയിട്ടുണ്ട്. പിന്നെ യൂസ് കോൺസെപ്റ്റ്സ് ആയ ഒബ്ജക്റ്റ്, ക്ലാസ്, എൻകാപ്സുലേഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ് ഇതൊക്കെ ജാവയിലും ഉണ്ട്. ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ പ്രോഗ്രാമർക്ക് ഡിഫറെൻ്റ് ലൊക്കേഷനിൽ നിന്ന് സെയിം പ്രോജക്റ്റ് സെയിം ടൈമിൽ ചെയ്യാൻ പറ്റും. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ്. റോബസ്റ്റ് ജാവയിൽ ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ ആൻഡ് സ്ട്രോങ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം ഉണ്ട്. സോ അതുകൊണ്ടാണ് അതിനെ റോബസ്റ്റ് എന്ന് പറയുന്നത്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ് ആൻഡ് പോർട്ടബിൾ. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ ജാവ പ്രോഗ്രാം ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും റൺ ചെയ്യിപ്പിക്കാൻ പറ്റും വിത്ത് ദി ഹെൽപ്പ് ഓഫ് JVM, ജാവ വെർച്വൽ മെഷീൻ. കമ്പൈലർ ഡോട്ട് ജാവ ഫയലിനെ ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. JVM ആണെങ്കിൽ ബൈറ്റ് കോഡിനെ എക്സിക്യൂട്ടബിൾ ഫോമാക്കി കൺവേർട്ട് ചെയ്യും. പോർട്ടബിൾ ജാവ പ്രോഗ്രാം നമുക്ക് ഒരു മെഷീനിൽ നിന്ന് വേറെ മെഷീനിലേക്ക് നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കമ്പൈൽഡ് ചെയ്ത് കിട്ടുന്ന ബൈറ്റ് കോഡ് നമുക്ക് ഏത് മെഷീനിൽ വേണമെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ദി ഹെൽപ്പ് ഓഫ് JVM. ഇനി ഈ ഡേറ്റ ടൈപ്സിൻ്റെ സൈസ് മെഷീന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഡോട്ട് ജാവ ഫയൽ കമ്പൈലർ ഡോട്ട് ജാവ ഫയലിനെ ഡോട്ട് ക്ലാസ് ഫയൽ അല്ലെങ്കിൽ ബൈറ്റ് കോഡ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് കോഡാക്കി കൺവേർട്ട് ചെയ്യും. JVM ആണെങ്കിൽ ഈ ബൈറ്റ് കോഡിനെ എക്സിക്യൂട്ടബിൾ കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഡിഫറൻ്റ് ആയിട്ടുള്ള JVM ആയിരിക്കും. കമ്പൈൽ ആൻഡ് ഇൻ്റർപ്രറ്റഡ്. നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുമ്പം ഐദർ കമ്പൈൽഡ് ഓർ ഇൻ്റർപ്രറ്റഡ് ആയിരിക്കും. നമ്മൾ C++ എന്ന് പറയുമ്പോൾ കമ്പൈൽഡ് ആണ്. ഈ കമ്പൈൽഡ് മീൻസ് എന്ന് വെച്ചാൽ ദ ഹോൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് പ്രോഗ്രാമർക്ക് എറർ കിട്ടുന്നത്. ഈ ഇൻ്റർപ്രറ്റഡ് എന്ന് പറയുമ്പം ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ്. ഏതെങ്കിലും ഒരു ലൈനിൽ എന്തെങ്കിലും എറർ വന്നാൽ അപ്പോൾ തന്നെ അത് പ്രോഗ്രാമർക്ക് മനസ്സിലാകുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്യാം. മൾട്ടി ത്രെഡഡ് മീൻസ് ഹാൻഡ്ലിങ് മൾട്ടിപ്പിൾ ടാസ്ക് സൈമിൾട്ടേനിയസ്ലി. അതായത് നമ്മൾ ഒരു സോങ് കേട്ടിട്ട് തന്നെ നമ്മൾക്ക് ഫയൽ ഡൗൺലോഡ് ചെയ്യുക, അങ്ങനെയൊക്കെ. അതാണ് മൾട്ടി ത്രെഡിങ്. ഡിഫറൻസ് ബിറ്റ്വീൻ C++ ആൻഡ് ജാവ. C++ എന്ന് പറയുമ്പം പാർഷ്യൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ക്ലാസ് യൂസ് ചെയ്യാണ്ട് നമുക്ക് പ്രോഗ്രാംസ് എഴുതാൻ പറ്റും. ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ജാവ എന്ന് പറയുമ്പം പ്യുവർലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ക്ലാസ്സിനകത്ത് മാത്രമേ നമുക്ക് പ്രോഗ്രാംസ് എഴുതാൻ പറ്റത്തുള്ളൂ. C++ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജാവ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. C++ൽ നമ്മൾ പോയിൻറ്റേഴ്സൊക്കെ യൂസ് ചെയ്യും, ജാവയിൽ പോയിൻറ്റേഴ്സ് യൂസ് ചെയ്യത്തില്ല. C++ൽ നമ്മൾ ഡിസ്ട്രക്ടർ ഫങ്ഷൻ യൂസ് ചെയ്യും. ഡിസ്ട്രക്ടർ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ജാവയിൽ ഡിസ്ട്രക്ടർ ഫങ്ഷന് പകരം ഫൈനലൈസ് ഓഫ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. C++ൽ നമ്മൾ ഹെഡർ ഫയൽസും പ്രീ പ്രോസസ്സറൊക്കെ യൂസ് ചെയ്യും, ജാവയിലാണെങ്കിൽ അതൊന്നും യൂസ് ചെയ്യത്തില്ല. C++ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യും, ജാവയാണെങ്കിൽ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. C++ൽ നമ്മൾ ഗ്ലോബൽ വാരിയബിൾസ് യൂസ് ചെയ്യും, ജാവയിൽ ഗ്ലോബൽ വാരിയബിൾസ് യൂസ് ചെയ്യത്തില്ല. ഒരു വാരിയബിൾ ഗ്ലോബലി ഡിക്ലെയർ ചെയ്താൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആ വാരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ജാവ ഡേറ്റ ടൈപ്സ് ഇവിടെ പ്രിമിറ്റീവ് ആൻഡ് റെഫറൻസ്ഡ്. റെഫറൻസിന് എക്സാമ്പിളാണ് അറേ, ക്ലാസ്, ഇൻ്റർഫേസ്, ഈനം. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കും നോൺ ന്യൂമറിക്കുമാണ്. അല്ല, ന്യൂമറിക്കിൽ ഇൻറ്റീജറും ഫ്ലോട്ടിങ്ങും ഉണ്ട്. ഇൻറ്റീജറിൽ വരുന്നതാണ് ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ്, ലോങ്. ഫ്ലോട്ടിങ്ങിൽ വരുന്നത് ഫ്ലോട്ട്, ഡബിൾ. നോൺ ന്യൂമറിക്കിൽ ക്യാരക്ടറും ബൂലിയനും. നമ്മൾ C++ൽ ഇൻറ്റ് 2 ബൈറ്റ് എന്നാണ് പഠിച്ചത്. ഇവിടെ ഇൻറ്റ് 4 ബൈറ്റാണ്, ക്യാരക്ടർ 2 ബൈറ്റാണ്. അത് ശ്രദ്ധിച്ചോളാം. ജാവ ലോക്കൽ വാരിയബിൾസ് ഫങ്ഷന് അകത്ത് ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് ലോക്കൽ വാരിയബിൾസ് എന്ന് പറയുന്നത്.
ഫംഗ്ഷന് പുറത്ത് ഡിക്ലെയർ ചെയ്യുന്നതാണ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫംഗ്ഷന് പുറത്ത് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്ത് ഡിക്ലെയർ ചെയ്യുന്നതാണ് സ്റ്റാറ്റിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ നമ്മൾ നെറ്റ്ബീൻസ് IDE 8 ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റെപ്സാണ്: ഫയൽ എടുക്കുക, ഫയലിൽ ന്യൂ പ്രോജക്റ്റിൽ ജാവ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുന്നതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. അത് കഴിഞ്ഞ് ഫയൽ നെയിം കൊടുക്കുക, അതായത് പ്രോജക്റ്റ് നെയിം കൊടുക്കുക. ഞാനിവിടെ കൊടുത്ത പ്രോജക്റ്റ് നെയിം ജാവ പ്രോഗ്രാം എന്നാണ്. ദെൻ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നോക്കാം, ഒരു ക്ലാസ്സിന് മുന്നേ ആയിട്ട് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് യൂസർ ഡിഫൈൻഡ് പാക്കേജ് ആണ്. അത് ഫയൽ നെയിം തന്നെയാണ്. പിന്നെ ക്ലാസ് നെയിം നോക്കിയേ, ഞാൻ ഫയൽ നെയിം കൊടുത്തത് ജാവ പ്രോഗ്രാമാണ്. ഇവിടെ ക്ലാസ് നെയിമും എന്താണ്, ഫയൽ നെയിം തന്നെയാണ്. പക്ഷേ ക്ലാസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുമ്പം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് മെയിൻ ഫംഗ്ഷനകത്താണ് നമ്മൾ പ്രോഗ്രാംസ് എഴുതുന്നത്. ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. ഇവിടെ ക്ലാസ് നെയിം എന്ന് പറയുമ്പോൾ ഹലോ ആണ്. അപ്പോൾ ഫയൽ നെയിമും എന്ത് തന്നെയായിരിക്കും, ഹലോ ആയിരിക്കും. ക്ലാസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുമ്പം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ക്ലാസ് പബ്ലിക്കായിട്ട്, അവിടുത്തെ ആക്സസ് സ്പെസിഫയർ എന്ന് പറയുമ്പോൾ പബ്ലിക്കാണ്. അത് കഴിഞ്ഞ് ക്ലാസ് ഓപ്പൺ ചെയ്തു. മെയിൻ ഫംഗ്ഷൻ, നമ്മൾ C++ൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ വഴിക്കാണ്. ഈ ജാവയിലും ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, മെയിൻ ഫംഗ്ഷൻ വഴിക്കാണ്. ഇവിടുത്തെ മെയിൻ ഫംഗ്ഷനാണ് എഴുതിയിരിക്കുന്നത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ബ്രാക്കറ്റിൽ സ്ട്രിങ് args സ്ക്വയർ ബ്രാക്കറ്റ്. ഇതിൽ മെയിൻ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അവിടെ റിട്ടേൺ ടൈപ്പ് വോയിഡ് കൊടുത്തത്. പിന്നെ നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് ജാവ വിർച്വൽ മെഷീൻ അല്ലെങ്കിൽ JVMന് മെയിൻ ഫംഗ്ഷൻ ആക്സസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ ആക്സസ് സ്പെസിഫയർ മെയിൻ ഫംഗ്ഷൻ നമ്മൾ പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്തത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിനകത്താണ്, ഹലോ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്താണ് മെയിൻ ഫംഗ്ഷൻ എഴുതുന്നത് അല്ലേ. അപ്പം മെയിൻ ഫംഗ്ഷനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് വേണം അല്ലേ. ഒരു ക്ലാസ്സിനകത്ത് ഒരു ഫംഗ്ഷൻ എഴുതിയാൽ ആ ഫംഗ്ഷനെ ആക്സസ് ചെയ്യാൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇല്ലാണ്ട് മെയിൻ ഫംഗ്ഷനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ C++ൽ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ cout എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തു. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്ട്രിങ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് system.out.println. അതായത് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സാണ്. ഈ ക്ലാസ്സിനകത്ത് വരുന്ന ഫംഗ്ഷനാണ് println. അപ്പം ആ printlnനെ നമ്മൾ ഔട്ട് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് കോൾ ചെയ്തു. അതാണ് system.out.println. ബ്രാക്കറ്റിനകത്ത് നമുക്ക് എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടത് അല്ലെങ്കിൽ എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അത് ഡബിൾ കോട്ട്സിൽ എഴുതുക. മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, ക്ലാസ്സും ക്ലോസ് ചെയ്തു. ക്ലാസ് ക്ലോസ് ചെയ്യുമ്പം C++ൽ സെമിക്കോളൻ ഇട്ടു. ഇവിടെ സെമിക്കോളൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ മെയിൻ ഫംഗ്ഷൻ ബ്രാക്കറ്റിനകത്ത് നമ്മൾ പാരാമീറ്റർ എഴുതിയിട്ടുണ്ട്, ആർഗ്യുമെൻ്റ് എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പ് എന്ന് പറയുമ്പോൾ സ്ട്രിങ് ആണ്. അതാണ് സ്ട്രിങ് args. പിന്നെ അറേ ആയിട്ടാണ് നമ്മൾ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നത്. അതാണ് അവിടെ args കഴിഞ്ഞിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടത്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഓഫ് സ്ട്രിങ് args സ്ക്വയർ ബ്രാക്കറ്റ്. സ്ട്രിങ്ങിൻ്റെ എസ് ക്യാപിറ്റൽ ലെറ്റർ ആണ്. പബ്ലിക് എന്ന് പറയുമ്പോൾ ആക്സസ് സ്പെസിഫയർ ആണ്. JVMന് പുറത്ത് നിന്ന് മെയിൻ ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്ട് മെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെയിൻ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അതാണ് റിട്ടേൺ ടൈപ്പ് വോയിഡ് ആയത്. പിന്നെ ഇവിടുത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പം സ്ട്രിങ് ആണ്, അതാണ് സ്ട്രിങ് args സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടത്.
അറേ ആയിട്ടാണ് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുന്നത്. അതാണ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടത്. ഈ ARGSന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാരിയബിൾ യൂസ് ചെയ്യാം. ഞാനിവിടെ ARGS എന്ന് കൊടുത്തു. നമുക്ക് C++ൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ cout എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തു. ഇവിടെയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ system.out.println നമ്മൾ യൂസ് ചെയ്യും. println എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത് ഔട്ട് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് ആണ് കോൾ ചെയ്യുന്നത്. ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Java program structure, documentation section, package statement, import statement, interface statement, class definition, main method class, main method definition. Documentation section എന്ന് പറയുമ്പം നമ്മൾ പ്രോഗ്രാം നെയിം, അതുപോലെ ഓതർ നെയിം, പിന്നെ ഡീറ്റെയിൽസ് ഓഫ് ക്ലാസ്, അൽഗോരിതംസ്, ആ ഫയലിലുള്ള അൽഗോരിതംസ്, അതിനൊക്കെ കുറിച്ചുള്ള കമൻസാണ് ഈ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിൽ വരുന്നത്. അതായത് പ്രോഗ്രാമർക്ക് പിന്നെ എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കണം ഇത് എന്നതാണ് എന്നത് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഡോക്യുമെൻറ്റേഷൻ സെക്ഷൻ യൂസ് ചെയ്യുന്നത്. പാക്കേജ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു പാക്കേജ് നെയിം ഡിക്ലെയർ ചെയ്യും. ഈ പാക്കേജിലാണ് ഇന്ന ക്ലാസ് വരുന്നത് എന്ന് കമ്പൈലർക്ക് ഇൻഫോം ചെയ്യുക. അതാണ് പാക്കേജ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് സിമിലർ ടു ഹാഷ് ഇൻക്ലൂഡ് ഇൻ C++. അതായത് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ട് സ്റ്റുഡൻറ്റ് ഡോട്ട് ടെസ്റ്റ് അല്ലേ. അതായത് സ്റ്റുഡൻറ്റ് എന്ന പാക്കേജിലെ ടെസ്റ്റ് ക്ലാസ് ലോഡ് ചെയ്യും. അതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് വേറെ പാക്കേജിലുള്ള ക്ലാസ്സിനെ ആക്സസ് ചെയ്യാനും നമുക്ക് പറ്റും. ഇൻ്റർഫേസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ഇറ്റ്സ് ലൈക്ക് എ ക്ലാസ്. ആ ക്ലാസ്സിനകത്ത് കുറേ മെത്തേഡ് ഡിക്ലറേഷൻ ഉണ്ടാവും. പ്രോഗ്രാമിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്, ഇൻ്റർഫേസ് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ക്ലാസ് ഡെഫിനിഷൻ, ജാവ പ്രോഗ്രാമിൽ കുറേ ക്ലാസ് ഡെഫിനിഷൻസ് ഉണ്ടാവും. പിന്നെ മെയിൻ മെത്തേഡ് ആൻഡ് മെയിൻ ക്ലാസ്. മെയിൻ ക്ലാസ്സിനകത്താണ് മെയിൻ മെത്തേഡ് വരുന്നത്. ഒരു പ്രോഗ്രാമാണ് സം ഓഫ് ടു നമ്പേഴ്സ്. അപ്പം ഞാനിവിടെ എൻ്റെ ഫയൽ നെയിമും PRG1 ആണ്. അതാണ് പാക്കേജ് നെയിം PRG1ഉം ക്ലാസ് നെയിമും PRG1 ആയത്. അപ്പോൾ ക്ലാസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ക്ലാസ് ഓപ്പൺ ചെയ്തു. മെയിൻ ഫംഗ്ഷൻ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ബ്രാക്കറ്റ് ARGS. ഈ ബ്രാക്കറ്റ് ARGS കഴിഞ്ഞ് കൊടുത്താലും മതി. മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു. സം കണ്ടുപിടിക്കാൻ 2 വാരിയബിൾസ് വേണം. അതാണ് ഞാൻ 2 വാരിയബിൾസ് എയും ബിയും ഡിക്ലെയർ ചെയ്തത്. പിന്നെ എസ് എന്ന് പറയുമ്പം റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എസ് എന്ന് പറഞ്ഞ വാരിയബിൾ ഡിക്ലെയർ ചെയ്തത്. എയിൽ 9 എന്ന് പറഞ്ഞ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ബിയിൽ 5 എന്ന് പറഞ്ഞ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. എയും ബിയും ആഡ് ചെയ്ത് ഞാൻ എസ്സിലേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ എനിക്ക് ആ സമ്മ് പ്രിൻ്റ് ചെയ്ത് കിട്ടണം. അപ്പം ജാവയിൽ ഒരു എന്താ പറയുക റിസൾട്ട് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് system.out.println. അപ്പം അതിൽ ഞാൻ വെറുതെ ബ്രാക്കറ്റിനകത്ത് എസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ 9ഉം 5ഉം ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടായിരിക്കും കിട്ടുന്നത്. 14 എന്ന് പറഞ്ഞ് കിട്ടും. എനിക്ക് സം ഈക്വൽ ടു 14 എന്ന് പറഞ്ഞ് കിട്ടണമെങ്കിൽ ഡബിൾ കോട്ട്സിൽ സം ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കുക. ദെൻ സം ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിങ് ആണ്. അത് നമ്മുടെ റിസൾട്ടുമായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലസ് എന്ന് പറഞ്ഞ സിമ്പൽ യൂസ് ചെയ്തത്. മെയിൻ ഫംഗ്ഷൻ നമുക്ക് മെയിൻ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പം സ്ട്രിങ്ങിൻ്റെ ഫോമിലാണ്. അപ്പോൾ നമ്മളിവിടെ സം ഈക്വൽ ടു 14 എന്ന് പറഞ്ഞ് കിട്ടണമെങ്കിൽ സം ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ എഴുതിയിട്ട് പ്ലസ് എസ് കൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലസ് എസ് കൊടുത്തത്. എസ്സിനകത്തുള്ള റിസൾട്ട് നമുക്ക് കിട്ടും.
എല്ലാ പ്രോഗ്രാമിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാക്കേജ് ആഡ് ചെയ്യണം. ആ പാക്കേജാണ് യൂട്ടിൽ എന്ന് പറഞ്ഞ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ യൂട്ടിലിനകത്ത് സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാകും. ഈ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്താണ് നമുക്ക് ഇൻപുട്ട് റീഡ് ചെയ്യാനുള്ള ഫങ്ഷൻസ് ഉള്ളത്. അപ്പോൾ ആ ഫങ്ഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ യൂട്ടിൽ എന്ന് പറഞ്ഞ പാക്കേജ് നമ്മൾ ആഡ് ചെയ്യണം. അതാണ് ഇമ്പോർട്ട് java.util.scanner. ഈ സ്കാനർ യൂട്ടിൽ എന്ന് പറഞ്ഞ പാക്കേജിനകത്ത് സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ റീഡ് ചെയ്യേണ്ട ഇൻപുട്ട് ചെയ്യേണ്ട ഫങ്ഷൻസ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റ് റീഡ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് നെക്സ്റ്റ് ലൈൻ ഓഫ്. ഒരു ഇൻറ്റീജറാണ് റീഡ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് നെക്സ്റ്റ് ഇൻറ്റ് ഓഫ്. ആ നെക്സ്റ്റ് ലൈൻ ഓഫിൻ്റെ എല്ലും നെക്സ്റ്റ് ഇൻറ്റ് ഓഫിൻ്റെ ഐയും എന്താണ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്താണ് ഈ നെക്സ്റ്റ് ഇൻറ്റ് ഓഫും നെക്സ്റ്റ് ലൈൻ ഓഫ് ഫങ്ഷനും ഉള്ളത്. അപ്പോൾ ആ ഫങ്ഷനെ ആക്സസ് ചെയ്യണമെങ്കിൽ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഞാൻ അവിടെ സ്കാൻ ഈക്വൽ ടു ന്യൂ സ്കാനർ ഓഫ് സിസ്റ്റം ഡോട്ട് ഇൻ. അത് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്കാനാണ്. നിങ്ങൾക്ക് ഒബ്ജക്റ്റ് നെയിം വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം, ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിവിടെ സ്കാൻ എന്ന് പറഞ്ഞു കൊടുത്തു. സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് സ്കാൻ എന്ന് പറഞ്ഞ ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. പിന്നെ ഒരു ടെക്സ്റ്റാണ് എനിക്ക് റീഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് സ്ട്രിങ് ഇൻപുട്ട് ഈക്വൽ ടു സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ലൈൻ ഓഫും നെക്സ്റ്റ് ഇൻറ്റ് ഓഫും സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ്. അപ്പോൾ ആ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് വെച്ച് മാത്രമേ നമുക്ക് ആ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു വാല്യൂ ആണ് റീഡ് ചെയ്യണമെങ്കിൽ ഇൻറ്റ് ഇൻപുട്ട് സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് ഓഫ്. ഒരു പ്രോഗ്രാം നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഞാൻ യൂട്ടിൽ എന്ന് പറഞ്ഞ പാക്കേജ് ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇമ്പോർട്ട് java.util.scanner. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പാക്കേജ് ആഡ് ചെയ്തത്. അതിനു മുമ്പേ യൂസർ ഡിഫൈൻഡ് പാക്കേജ് ഉണ്ട്, prjon, നമ്മുടെ ഫയൽ നെയിം തന്നെയാണ്. ഇനി ഫയൽ നെയിം എന്ന് പറയുമ്പോൾ prjon ആയതുകൊണ്ട് ക്ലാസ് നെയിമും അത് തന്നെയാണ്, prjon. ക്ലാസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ക്ലാസ് ഓപ്പൺ ചെയ്തു, മെയിൻ ഫംഗ്ഷനും ഓപ്പൺ ചെയ്തു. 2 നമ്പറിൻ്റെ സമ്മ് കണ്ടുപിടിക്കേണ്ട പ്രോഗ്രാമാണ്. അതാണ് ഞാൻ 2 വേരിയബിൾസ് num1 num2 എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തത്. ഇനി കീബോർഡ് വഴിയാണ് ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഇൻറ്റീജർ വാല്യൂ ആണ്. അപ്പം നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഈ നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് ഫംഗ്ഷൻ ഉള്ളത് സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് സ്കാൻ ഈക്വൽ ടു ന്യൂ സ്കാനർ ഓഫ് സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ് കൊടുത്തത്. ഇനി എനിക്ക് സ്ക്രീനിൽ എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം, എൻ്റെ num1 അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് system.out.println. ln എന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ln എന്ന് കൊടുത്താൽ നെക്സ്റ്റ് എൻ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിലായിരിക്കും നമുക്ക് കൊടുക്കുന്ന നമ്പർ കാണുക. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ലൈനിൽ തന്നെ കാണും. system.out.print എൻ്റർ നമ്പർ എന്ന് കൊടുത്താൽ നമുക്ക് സ്ക്രീനിൽ എൻ്റർ നമ്പർ എന്ന് പറഞ്ഞ് കാണിക്കും. നമ്മൾ ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് num1 ഈക്വൽ ടു സ്കാൻ ഡോട്ട് ഇൻറ്റീജർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാല്യൂ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് നെക്സ്റ്റ് ഇൻറ്റ് ഓഫ്. ആ നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് വരുന്നത്. അപ്പോൾ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് സ്കാനാണ്. അപ്പോൾ സ്കാൻ വെച്ചിട്ട് ആ നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്തു. അടുത്ത് എനിക്ക് സ്ക്രീനിൽ കാണാം എൻ്റെ num2 എന്ന് പറഞ്ഞ് കാണണം. അതിന് വേണ്ടിയിട്ടാണ് system.out.print എൻ്റെ
num2 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് കാണും. എനിക്ക് സെക്കൻഡ് നമ്പർ റീഡ് ചെയ്യുക. അതാണ് num2 = scan.nextInt_of. നമുക്ക് പ്രിൻ്റ് ചെയ്യണം. സമ്മ് കണ്ടുപിടിച്ച് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജാവയിൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് system.out.println. ഇപ്പോൾ നമുക്ക് ബ്രാക്കറ്റിനകത്ത് num1 + num2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നമ്പർ റീഡ് ചെയ്തത്, ഇപ്പോൾ ഞാൻ റീഡ് ചെയ്തത് 23 4 ആണ്, എനിക്ക് 27 എന്ന് മാത്രമേ കാണത്തുള്ളൂ. ദ സം ഈസ് എന്ന് പറഞ്ഞ് കാണണമെങ്കിൽ ദ സം ഈസ് എന്നുള്ളത് ഡബിൾ കോട്ട്സിൽ എഴുതുക, പ്ലസ് ഇട്ടിട്ട് num1 + num2 കൊടുത്താൽ മതി. ഞാൻ അവിടെ പ്രിൻ്റ് ln യൂസ് ചെയ്തു. അതിന് മുന്നേ ഒന്നും ln യൂസ് ചെയ്തില്ല. ഇവിടെ ln യൂസ് ചെയ്യാനുള്ള കാരണം, പ്രിൻ്റ് ln യൂസ് ചെയ്യാനുള്ള കാരണം, ln യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദ സം ഈസ് 27 കഴിഞ്ഞിട്ടായിരിക്കും ഈ ബിൽഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അത് ജസ്റ്റ് നെക്സ്റ്റ് ലൈനിൽ പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രിൻ്റ് ln യൂസ് ചെയ്തത്. പ്രോഗ്രാം ടു എൻ്റർ നെയിം, റോൾ നമ്പർ, മാർക്സ് ഓഫ് 3 സബ്ജക്ട്സ് ആൻഡ് ടോട്ടൽ. ഈ പ്രോഗ്രാം നിങ്ങൾ നോക്കുക. സെലക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ if else, if ladder, switch. ഇതൊക്കെ നമ്മൾ C++ പഠിച്ചതാണ്. ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫോർ വൈൽ, ഡു വൈൽ. C++ പോലെ തന്നെയാണ് സിൻടാക്സ് ഒക്കെ. അറേയ്സ്, 1 ഡയമെൻഷണൽ അറേ ഡിക്ലറേഷൻ നോക്കാം. ഡേറ്റ ടൈപ്പ് array name = ന്യൂ ഡേറ്റ ടൈപ്പ് ഓഫ് സൈസ്. ഒരു ഇൻറ്റീജർ അറേ ആണെങ്കിൽ ഇൻറ്റ് a സ്ക്വയർ ബ്രാക്കറ്റ് = ന്യൂ ഇൻറ്റ് അതിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ 10 എലമെൻറ്റ്സ് ഉള്ള ഒരു 1 ഡയമെൻഷണൽ അറേ ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻറ്റ് a സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് നെക്സ്റ്റ് ലൈനിൽ a = ന്യൂ ഇൻറ്റ് ഓഫ് എന്ന് പറഞ്ഞു കൊടുത്താലും മതി. ഒരു 2 ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്നത് ഡേറ്റ ടൈപ്പ് array name, അവിടെ റോ സൈസും കോളം സൈസും സ്പെസിഫൈ ചെയ്യണം. അതാണ് സ്ക്വയർ ബ്രാക്കറ്റ് കോളം സൈസിന് വേണ്ടിയിട്ട്, റോ സൈസിന് വേണ്ടിയിട്ട് അവിടെ കൊടുത്ത് = ന്യൂ ഡേറ്റ ടൈപ്പ്, റോ സൈസും കോളം സൈസും എത്ര അതിൻ്റെ എന്താണെന്നുള്ളത് എൻ്റർ ചെയ്യാം. ഒരു ഇൻറ്റീജർ 2 ഡയമെൻഷണൽ അറേയാണ് ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇൻറ്റ് a സ്ക്വയർ ബ്രാക്കറ്റ് a = ന്യൂ ഇൻറ്റ് 3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് 3 റോസും 3 കോളംസും ഉള്ള ഒരു ഇൻറ്റീജർ അറേയാണ്. ഇതൊരു എക്സാമ്പിളാണ്. അപ്പം കീബോർഡ് വഴിയാണ് ഇൻപുട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് യൂട്ടിൽ എന്ന് പറഞ്ഞ പാക്കേജ് ആഡ് ചെയ്യണം. അതിന് മുകളിലുള്ളത് പാക്കേജ് എന്ന് പറയുമ്പം യൂസർ ഡിഫൈൻഡ് പാക്കേജാണ്. പാക്കേജ് എന്താണെന്നുള്ള കാര്യം പിന്നെ പഠിക്കും നിങ്ങൾ. ക്ലാസ് നമ്മുടെ ഫയൽ നെയിം എന്ന് പറയുമ്പോൾ PRG1, അതുകൊണ്ട് ക്ലാസ് നെയിമും PRG1 ആണ്. ക്ലാസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു. ഞാനിവിടെ 5 എലമെൻറ്റ്സ് ഉള്ള ഒരു ഇൻറ്റീജർ അറേ ഡിക്ലെയർ ചെയ്തു. അതാണ് ഇൻറ്റ് a സ്ക്വയർ ബ്രാക്കറ്റ് = ന്യൂ ഇൻറ്റ് ഓഫ് 5 എന്ന് പറഞ്ഞു കൊടുത്താണ്. ഒരു ഫോർ ലൂപ്പിന് വേണ്ടിയിട്ട് i എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പം കീബോർഡ് വഴിയാണ് എനിക്ക് ഈ ഇൻറ്റീജർ ഈ എലമെൻറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഇപ്പം നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുമ്പം സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ്. അതാണ് സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ഞാൻ സ്കാൻ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റിനായി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിവിടെ സ്കാൻ എന്ന് പറഞ്ഞ് കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. സ്കാനർ സ്കാൻ = ന്യൂ സ്കാനർ ഓഫ് system.in. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തതെന്ന് വെച്ചാൽ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എനിക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണണം, എൻ്റർ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കാണണം. അതിന് വേണ്ടിയിട്ടാണ് system.out.println എന്ന് പറഞ്ഞു കൊടുത്തത്. എൻ്റർ എലമെൻറ്റ്സ്. ഈ ln കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റർ എലമെൻറ്റ്സ് കഴിഞ്ഞിട്ട് തന്നെ ഫസ്റ്റ് എലമെൻറ്റ് കാണിക്കും. അത് നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രിൻ്റ് ln എന്ന് പറഞ്ഞു കൊടുത്തത്. നമ്മൾ റീഡ് ചെയ്യുക, എലമെൻറ്റ്സ് റീഡ് ചെയ്യുക. ഇപ്പോൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യണം. 5 എലമെൻറ്റ്സ് ആണ്. ഇപ്പോൾ i = 0, i <5, i++,
എ ഓഫ് ഐ ഈക്വൽ ടു സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് ഐ ഈക്വൽ ടു 0 ആകുമ്പം എ ഓഫ് 0 ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യും. ഐ ഈക്വൽ ടു 1 ആകുമ്പം നെക്സ്റ്റ് നമ്പർ റീഡ് ചെയ്യും. അങ്ങനെ 5 എലമെൻസും റീഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. നമ്മൾ അറേ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് അറേ എന്ന് പറഞ്ഞ് കൊടുത്തത്. അവിടെ ഞാൻ എൽ കൊടുത്തില്ല. എനിക്ക് അറേ എന്ന് പറഞ്ഞിട്ട് ആ ലൈനിൽ തന്നെ എനിക്ക് കാണിക്കണം എലമെൻസ്. ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എ ഓഫ് ഐ പ്ലസ് ഡബിൾ കോട്ട്സിൽ /t എഴുതിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്പേസിന് വേണ്ടിയിട്ടാണ്. ഫോർ ഐ ഈക്വൽ ടു 0 ആകുമ്പം എ ഓഫ് 0 പ്രിൻറ്റ് ചെയ്യും. അതായത് നമ്മൾ എൻ്റർ ചെയ്ത ഫസ്റ്റ് എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് അവിടെ ഡബിൾ കോട്ട്സിൽ /t. അപ്പോൾ ആ /t ആയാലും എന്തായാലും നമ്മൾ കൊടുക്കുമ്പോൾ പ്ലസ് എന്ന് പറഞ്ഞ സിമ്പിൾ ഇട്ട് വേണം കൊടുക്കാൻ. അത് കഴിഞ്ഞ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് / അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ അറേയിലെ എലമെൻറ്റ്സ് കഴിഞ്ഞ് തന്നെ ബിൽഡ് സക്സസ്ഫുൾ കാണിക്കും. ആ ബിൽഡ് സക്സസ്ഫുൾ നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് അവിടെ എലൻ ഫംഗ്ഷൻ പ്രിൻ്റ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് ബ്രാക്കറ്റിനകത്ത് /ln യൂസ് ചെയ്താൽ. ഇവിടെ ഞാൻ സൈസും ഞാൻ കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യാം. അതായത് അറേയുടെ സൈസ് കീബോർഡ് വഴി ഇൻപുട്ട് ചെയ്യാൻ ആ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. ഫങ്ഷൻസ് ഇൻ ജാവ നമ്മൾ C++ൽ പഠിച്ചതുപോലെ തന്നെയാണ്. ഇവിടെ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യും. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്ട് ഫങ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റിട്ടേൺ ടൈപ്പ് ഫങ്ഷൻ നെയിം ബ്രാക്കറ്റിലെ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് വിത്ത് എ ടൈപ്പ്. ഫങ്ഷൻസ് 3 ടൈപ്സ് ഉണ്ട്. നോ ആർഗ്യുമെൻറ്റ്, നോ റിട്ടേൺ, ആർഗ്യുമെൻറ്റ് നോ റിട്ടേൺ, ആർഗ്യുമെൻറ്റ് വിത്ത് റിട്ടേൺ. നോ ആർഗ്യുമെൻറ്റ് നോ റിട്ടേണിൽ നമ്മൾ റീഡ് ചെയ്യുന്നതും റിസൾട്ട് കണ്ടുപിടിക്കുന്നതും പ്രിൻ്റ് ചെയ്യുന്നതും എവിടെയാ? സബ് ഫങ്ഷനിലാണ്. ആർഗ്യുമെൻറ്റ് നോ റിട്ടേണിൽ റീഡ് ചെയ്യുന്നത് മെയിൻ ഫങ്ഷനിൽ, റിസൾട്ട് കണ്ടുപിടിക്കുന്നതും പ്രിൻ്റ് ചെയ്യുന്നതും സബ് ഫങ്ഷനിൽ. ആർഗ്യുമെൻറ്റ് വിത്ത് റിട്ടേൺ എന്ന് പറയുമ്പം റീഡ് ചെയ്യുന്നത് മെയിൻ ഫങ്ഷനിൽ, റിസൾട്ട് കണ്ടുപിടിക്കുന്നത് സബ് ഫങ്ഷനിൽ, റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നത് മെയിൻ ഫങ്ഷനിൽ. ഇത് C++ൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നോ ആർഗ്യുമെൻറ്റ് നോ റിട്ടേൺ നോക്കാം. ഇവിടെ മെയിൻ ഫങ്ഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ സബ് ഫങ്ഷൻ എഴുതിയത്. സം ഓഫ് ആണ് ഇവിടുത്തെ സബ് ഫങ്ഷൻ എഴുതിയിരിക്കുന്നത്. സബ് ഫങ്ഷൻ നോക്കുക. സം ഓഫ് 2 നമ്പേഴ്സാണ് ഇവിടെ കാണേണ്ടത്. അപ്പം 2 വേരിയബിൾസ് വേണം അല്ലേ? എയും ബിയും. പിന്നെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എസ് എന്ന് പറഞ്ഞ വേരിയബിളും ഞാൻ ഡിക്ലെയർ ചെയ്തു. പിന്നെ കീബോർഡ് വഴിയാണ് ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് യൂട്ടിൽ എന്ന് പറഞ്ഞ പാക്കേജ് ആഡ് ചെയ്തു. അപ്പം യൂട്ടിൽ എന്ന് പറഞ്ഞ പാക്കേജിൽ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ ഈ നെക്സ്റ്റ് ഇൻറ്റ് ഓഫും നെക്സ്റ്റ് ലൈൻ ഓഫ് ഫംഗ്ഷനൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. അപ്പോൾ സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് സ്കാനർ സ്കാൻ ഈക്വൽ ടു ന്യൂ സ്കാനർ ഓഫ് സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ് കൊടുത്തത്. ഇനി നമുക്ക് സ്ക്രീനിൽ എൻ്റർ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കാണണം. അതിന് വേണ്ടിയിട്ടാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എൽഎൻ എൻ്റർ നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തത്. ഇനി ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യുക. എ ഈക്വൽ ടു സ്കാൻ ഒബ്ജക്റ്റ് വെച്ച് വേണം നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ. സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് ഓഫ്
ബി ഈക്വൽ ടു സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് ഓഫ്. രണ്ട് നമ്പറും നമ്മൾ റീഡ് ചെയ്തു. പിന്നെ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്ത് എസ് എന്ന് പറഞ്ഞ വാരിയബിൾ സ്റ്റോർ ചെയ്തു. അതാണ് എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇനി നമുക്ക് ഈ എസ് അകത്തുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. അതിന് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജാവയിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എൽ എൻ എസ് എന്ന് പറഞ്ഞ് മാത്രം കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ കൊടുത്തിരുന്ന നമ്പർ 23 6 ആണെങ്കിൽ നമുക്ക് 29 എന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. സം ഈക്വൽ ടു 29 എന്ന് പറഞ്ഞ് കിട്ടണമെങ്കിൽ സം ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ എഴുതി പ്ലസ് ഇടുക, എന്നിട്ട് എസ് കൊടുക്കുക. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ റീഡ് ചെയ്തത് എവിടെയാണ്? സബിൽ. റിസൾട്ട് കണ്ടുപിടിച്ചത് സബിൽ, പ്രിൻ്റ് ചെയ്തതും സബിൽ. ഇനി മെയിൻ ഫംഗ്ഷൻ നോക്കുക. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ബ്രാക്കറ്റ് ARGS. അതായത് ARGS കഴിഞ്ഞിട്ട് ആ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാലും മതി. അത് കഴിഞ്ഞിട്ട് മെയിൻ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു. സം ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ആ സം ഓഫ് ഫംഗ്ഷൻ കോൾ ആവുകയും നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് നോ ആർഗ്യുമെൻറ്റ് നോ റിട്ടേൺ. നമ്മൾ C++ൽ പഠിച്ചതുപോലെ തന്നെയാണ്. ഇവിടെയാണെങ്കിൽ നമ്മൾ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് സബ് ഫംഗ്ഷൻ എഴുതിയത്. ഇവിടെ മെയിൻ ഫംഗ്ഷന് മുന്നേ സബ് ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ആർഗ്യുമെൻറ്റ് നോ റിട്ടേൺ. ആർഗ്യുമെൻറ്റ് നോ റിട്ടേണിൽ നമ്മൾ എന്താണ് റീഡ് ചെയ്യുന്നത്? എവിടെയാണ്? മെയിനിൽ റീഡ് ചെയ്യും. എന്നിട്ട് എവിടെ പാസ് ചെയ്യും? സബിലേക്ക് പാസ് ചെയ്യും. റിസൾട്ട് കണ്ടുപിടിക്കുന്നതും പ്രിൻ്റ് ചെയ്യുന്നതും സബിലാണ്. മെയിൻ ഫംഗ്ഷൻ നോക്കുക. മെയിൻ ഫംഗ്ഷനകത്ത് രണ്ട് വാരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, എയും ബിയും. അത് കഴിഞ്ഞിട്ട് കീബോർഡ് വഴിയാണ് ഇൻപുട്ട് ചെയ്യുന്നത്. അതാണ് സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ പേർക്ക് സ്കാൻ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. സ്കാൻ ഈക്വൽ ടു ന്യൂ സ്കാനർ ഓഫ് സിസ്റ്റം ഡോട്ട് ഇൻ. അതൊരൊറ്റ ലൈനാണേ. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ നമ്പേഴ്സ് എന്ന് പറഞ്ഞ സ്ക്രീനിൽ കാണിക്കണം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എൽ എൻ എൻ്റെ നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തു. ഫസ്റ്റ് നമ്പർ റീഡ് ചെയ്യുക. എ ഈക്വൽ ടു സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് ഓഫ്, ബി ഈക്വൽ ടു സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് ഓഫ്. ഇനി അവിടെ സം ഓഫ് ഫംഗ്ഷനെ കോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സം ഓഫ് ഫംഗ്ഷൻ നോക്കാം. സ്റ്റാറ്റിക് വോയിഡ് സം. ആർഗ്യുമെൻറ്റ്സ് എക്സും വൈയും ആണ്. രണ്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അതാണ് ബ്രാക്കറ്റിനകത്ത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ സിൻടാക്സ് അറിയാലോ. ആർഗ്യുമെൻറ്റ്സ് വിത്ത് എ ടൈപ്പാണ്. അപ്പം ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റീജർ ടൈപ്പ് ആയതുകൊണ്ടാണ് ഇൻറ്റു എക്സ് കോമ ഇൻറ്റു വൈ എന്ന് പറഞ്ഞ് കൊടുത്തത്. ഇവിടെ എയും ബിയും ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സും എക്സും വൈയും ഫോർമൽ ആർഗ്യുമെൻറ്റ്സും ആണ്. ഞാൻ സബ് ഫംഗ്ഷനകത്ത് എസ് എന്ന് പറഞ്ഞ വാരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എസ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എസ്സിനകത്താണ് നമ്മുടെ റിസൾട്ട്. അത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എൽ എൻ സം ഈസ് ഈക്വൽ ടു, അത് ഡബിൾ കോട്ട്സിൽ എഴുതിയിട്ട് പ്ലസ് എസ് ഇട്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് നമ്പർ റീഡ് ചെയ്തു. സം ഓഫ് എ ബി എന്ന് പറയുമ്പം എക്കകത്ത് ഞാൻ റീഡ് ചെയ്ത നമ്പർ 23യും ബിക്കകത്ത് റീഡ് ചെയ്ത നമ്പർ 6ഉം ആണെങ്കിൽ സം ഓഫ് എ ബി എന്ന് പറയുമ്പം എയിലെ വാല്യൂ, സം ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം എയിലെ വാല്യൂ എവിടെ വരും? എക്സിൽ വരും. ബിയിലെ വാല്യൂ വൈയിൽ വരും. അപ്പം ഇപ്പോൾ എക്സിൽ 23യും വൈയിൽ 6ഉം അത് രണ്ടും കൂടി ആഡ് ചെയ്ത് എസ്സിൽ സ്റ്റോർ ചെയ്തു. അത് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ആർഗ്യുമെൻറ്റ് നോ റിട്ടേണിൽ നമ്മൾ റീഡ് ചെയ്തത് മെയിനിൽ, റിസൾട്ട് കണ്ടുപിടിച്ചതും പ്രിൻ്റ് ചെയ്തതും സബ് ഫംഗ്ഷനിലാണ്. ഓക്കെ. ആർഗ്യുമെൻറ്റ് വിത്ത് റിട്ടേൺ. ആർഗ്യുമെൻറ്റ് വിത്ത് റിട്ടേൺ എന്ന് പറയുമ്പം നമ്മൾ റീഡ് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിൽ, റിസൾട്ട് കണ്ടുപിടിക്കുന്നത് സബ് ഫംഗ്ഷനിൽ, റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിൽ. അതാണ്. ഇപ്പോൾ ഞാൻ മെയിൻ ഫംഗ്ഷനിൽ
രണ്ട് വേരിയബിൾസ് റീഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ എസ് ഈസ് ഈക്വൽ ടു സം ഓഫ് എ ബി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സം ഓഫ് എ ബി എന്ന് പറയുമ്പോൾ സം ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യും. എയിലെ വാല്യൂ എക്സിലേക്ക് വരും, ബിയിലെ വാല്യൂ വൈയിലേക്ക് വരും. ഞാൻ സബ് ഫംഗ്ഷനകത്ത് ഒരു ഇസഡ് എന്ന് പറഞ്ഞ വേരിയബിൾ എടുത്തിട്ടുണ്ട്. ആ ഇസഡിൽ എക്സിലെ വാല്യൂയും വൈയിലെ വാല്യൂയും ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്തു അല്ലേ. എന്നിട്ട് ഞാൻ റിട്ടേൺ ഇസഡ് കൊടുത്തു. എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നിടത്തേക്ക് വരും. അപ്പോൾ റിട്ടേൺ ഇസഡ് എന്ന് പറയുമ്പം ഇസഡിലെ വാല്യൂ ഫംഗ്ഷൻ കോൾ ചെയ്തേക്കുന്ന മെയിനിൽ എസ് ഈസ് ഈക്വൽ ടു സം ഓഫ് എ ബി എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഇസഡിലെ വാല്യൂ എസ്സിൽ വരും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റിസൾട്ട് എസ്സിലായി. ഇനി മെയിൻ ഫംഗ്ഷനിൽ എസ് പ്രിൻറ്റ് ചെയ്യണം, എസ്സിലെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എല്ലാം സം ഈസ് ഈക്വൽ ടു ഡബിൾ കോട്ട്സിൽ പ്ലസ് എസ് ഇട്ടത്. ഓക്കെ, ആർഗ്യുമെൻറ്റ് വിത്ത് റിട്ടേൺ എന്ന് പറയുമ്പം നമ്മൾ റീഡ് ചെയ്യുന്നത് മെയിനിൽ, റിസൾട്ട് കണ്ടുപിടിക്കുന്നത് സബിൽ, റിസൾട്ട് പ്രിൻ്റ് ചെയ്യുന്നത് മെയിനിൽ. C++ലെ പോലെ തന്നെയാണ്. സം ഓഫ് എലമെൻറ്റ്സ് ഇൻ ആൻ അറേ. ഇവിടെ ഞാൻ മെയിൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ സബ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുകയാണ്. ഇപ്പം അറേയും ഉണ്ട്, നമ്മുടെ സൈസ് നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യണം. അറേയും പാസ് ചെയ്യണം, ആർഗ്യുമെൻറ്റും പാസ് ചെയ്യണം, സൈസും പാസ് ചെയ്യണം. അതിനാണ് സ്റ്റാറ്റിക് വോയിഡ് ആഡ് ഇൻറ്റ് എക്സ് സ്ക്വയർ ബ്രാക്കറ്റ് കോമ ഇൻറ്റ് എം എന്ന് പറഞ്ഞ് കൊടുത്തത്. സബ് ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തു. ആദ്യം നമുക്ക് സം ഓഫ് എലമെൻറ്റ്സിൻ്റെ അറയാണ്. സം ഈസ് ഈക്വൽ ടു 0. സമ്മിൽ 0 ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. ഒരു ഫോർ ലൂപ്പ് എഴുതിയിട്ട് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് എക്സ് ഓഫ് ഐ. C++ലെ പോലെ തന്നെയാണ് ഇതൊക്കെ. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ റിസൾട്ട് സം എന്ന് പറഞ്ഞ വേരിയബിളായി സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം ഇട്ട് സം ഈസ് ഈക്വൽ ടു പ്ലസ് സം കൊടുത്തു. പ്ലസ് സം കൊടുത്തു. ഇനി മെയിൻ ഫംഗ്ഷൻ നോക്കാം. മെയിൻ ഫംഗ്ഷനിൽ പബ്ലിക് സ്റ്റാറ്റിക് അതൊക്കെ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, എന്നും എസ്സും. ഒരു അറേയും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, എ ഓഫ് എന്നിട്ടിട്ട് എ ഈക്വൽ ടു ന്യൂ ഇൻറ്റ് ഓഫ്. അത് അറേ ഡിക്ലറേഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ കീബോർഡ് വഴിയാണ് ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കാൻ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സ്കാനർ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് സ്കാൻ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് സ്ക്രീനിൽ എൻ്റർ ദി എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ് കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൻ്റർ ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ നമുക്ക് സൈസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തത്. n ഈക്വൽ ടു സ്കാൻ ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്ത അറേ എലമെൻറ്റ്സ് എൻ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എല്ലാം എൻ്റർ ദി അറേ എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തത്. പിന്നെ ഒരു ഫോർ ലൂപ്പിനകത്ത് എ ഓഫ് ഐ ഈക്വൽ ടു ഇൻറ്റീജർ അറേയാണ്. അപ്പോൾ നെക്സ്റ്റ് ഇൻറ്റ് ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് എലമെൻറ്റ്സും റീഡ് ചെയ്തു. ഇനി ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. ആഡ് ഓഫ് എ കോമ എൻ. കോൾ ചെയ്യുമ്പം എ എന്ന് പറയുമ്പോൾ അറേയാണ്, എൻ എന്ന് പറയുമ്പം അറേ സൈസാണ്. അപ്പം എ എന്ന് പറഞ്ഞ അറേ, എ എന്ന് പറയുന്നത് അറേ എന്ന് വെച്ചാൽ എയും എന്നും എന്ന് പറയുമ്പം ആക്ച്വൽ ആർഗ്യുമെൻറ്റും എക്സും എം എന്ന് പറയുന്ന ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. അപ്പം ആഡ് ഓഫ് എ കോമ എൻ എന്ന് പറയുമ്പം എയിലെ എലമെൻറ്റ്സ് ഒക്കെ എക്സിൽ വരും, എൻ എന്ന് പറയുന്ന അതിൻ്റെ സൈസ് എമ്മിൽ വരും. ഓക്കെ, ഇത് C++ലെ പോലെ തന്നെയാണ്. ഇവിടെ ഞാൻ സബ് ഫംഗ്ഷനിൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് കൊടുത്തത് കൊണ്ടാണ് ഈ ആഡ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം ഞാൻ ഒബ്ജക്റ്റ് ഒന്നും യൂസ് ചെയ്യാണ്ട്. ഇനി അവിടെ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ഓഫ് ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ഇവിടുത്തെ എന്തിൻ്റെ പേർക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം?
ക്ലാസ്സിൻ്റെ പേർക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഈ ക്ലാസ്സിനകത്താണ് ഈ എന്ത് പറഞ്ഞാൽ ഈ സബ് ഫംഗ്ഷൻ എഴുതിയത്. അപ്പോൾ PRG1 എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആഡ് ഓഫ് ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടെ ഞാൻ സബ് ഫംഗ്ഷനിൽ ഇത് എന്താ പറയുക, സബ് ഫംഗ്ഷനിൽ ഞാൻ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തില്ല. ഇത് ഫംഗ്ഷനിൽ ഏത് ടൈപ്പിലാണ് വരുന്നത്? നോ ആർഗ്യുമെൻറ്റ് വിത്ത് റിട്ടേണിൽ വരുന്നതാണ്. ആർഗ്യുമെൻറ്റ് വിത്ത് റിട്ടേണിൽ വരുന്നതാണ്. അപ്പം റിട്ടേൺ ടൈപ്പ് ഉണ്ട്, അതാണ് ഇൻറ്റ്. സബ് ഫംഗ്ഷൻ നോക്കുമ്പോൾ സബ് ഫംഗ്ഷൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് ആയത്. നേരത്തെ പറഞ്ഞ പ്രോഗ്രാം തന്നെയാണ്. ഇവിടെ ഞാൻ സബ് ഫംഗ്ഷനിൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തില്ല. സോ മെയിൻ ഫംഗ്ഷനിൽ എന്ത് ചെയ്യണം? PRG1 എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേർക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എറർ ഉണ്ടാവും. സ്റ്റാറ്റിക് എന്ന് കീവേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും, ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും. അവിടെ സ്റ്റാറ്റിക് ഇൻറ്റ് ആഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരുന്നുവെങ്കിൽ നമുക്ക് ഈ റെഡി കാണിച്ചിരിക്കുന്നില്ലേ PRG ഒബ്ജക്റ്റ് ക്രിയേഷൻ കണ്ടില്ലേ, PRG1 P=new PRG1 ഓഫ്, അതിൻ്റെ ആവശ്യമില്ല സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തുവെങ്കിൽ. ജസ്റ്റ് x ആഡ് ഓഫ് a, n എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് PRG ക്ലാസ്സിൻ്റെ പേർക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് PRG1 P=new PRG1 ഓഫ്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ P എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ട് വേണം ഫംഗ്ഷനെ കോൾ ചെയ്യാൻ. C++ പോലെ തന്നെയാണ് ഈ പ്രോഗ്രാംസൊക്കെ.